ശ്രീ പ്രിൻറ്റു മഹാദേവ്, കേന്ദ്രമാണ് എല്ലാത്തിനും കാരണം. കേന്ദ്രം തുക നൽകാത്തതുകൊണ്ടാണ് തങ്ങൾക്ക് ഈ ഗതി എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും പതിവ് പോലെ ഇങ്ങനെ വിലപിക്കുന്നത്. തീർച്ചയായും ഇത് കേന്ദ്രം ആശാവർക്കർമാരുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ കേന്ദ്രമാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലമായിട്ട് ഈ സംസ്ഥാന സർക്കാർ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേന്ദ്രമില്ലാതെ ഞങ്ങൾക്ക് ഒരു കാര്യവും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെങ്കിൽ സത്യത്തിൽ പിണറായി വിജയൻ സർക്കാർ ഈ സംസ്ഥാന സർക്കാർ പിരിച്ചുവിട്ടിട്ട് ഇവിടുത്തെ ഭരണം കേന്ദ്രത്തെ ഏൽപ്പിക്കുന്നതായിരിക്കും പിണറായി വിജയൻ ഏറ്റവും നല്ലത്. കാരണം ഈ ആശാ വർക്കർമാരുടെ സമരത്തോടു കൂടിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ചില സംഗതികൾ ബോധ്യമായിട്ടുണ്ട്. ഞങ്ങൾ അതിനെ ശ്ലാഘനീയമായിട്ടാണ് കാണുന്നത്. ഈ ആശാ വർക്കർമാരുടെ സമരം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ എന്താണ് കേന്ദ്രം എടുക്കുന്ന നിലപാടെന്നും സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും കൃത്യമായിട്ട് പബ്ലിക്കിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒന്നാമത് നമുക്കറിയാം, ഇവർ ആദ്യം പറഞ്ഞു കേന്ദ്രം NHM വിഹിതത്തിനകത്ത് ഒരു 100 കണക്കിന് കോടി രൂപ തരാനുണ്ടെന്ന്. പിന്നീട് പാർലമെന്റിനകത്ത് ആദരണീയനായിട്ടുള്ള ആരോഗ്യമന്ത്രി നൽകിയിട്ടുള്ള കണക്കിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു 1 രൂപ പോലും NHM വിഹിതത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാർ നൽകാനില്ല. രണ്ടാമത് ഇവർ പറയുന്ന ഒരു കാര്യം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു. ഇവരുടെ ന്യായമായിട്ടുള്ള ആശാ വർക്കർമാരുടെ ആവശ്യം പാർലമെന്റിനകത്ത് ചർച്ച വന്ന സമയത്ത് ആദരണീയനായിട്ടുള്ള JP നദ്ദ ആരോഗ്യമന്ത്രി പറഞ്ഞു അത് ഞങ്ങൾ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 14 തീയതി നടന്ന NHMന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കകത്ത് ഈ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് വിജ്ഞാപനമായിട്ട് പുറത്തിറക്കുമെന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതല്ല കേന്ദ്രത്തിന്റെ നിലപാട്. ഇവിടെ എന്തിനാണ് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത്? ഓണറേറിയത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓണറേറിയത്തിന് 21,000 രൂപ എന്ന് പറയുന്ന ഒരു സംഖ്യ, ഈ മാന്ത്രിക സംഖ്യ ഒന്നുമല്ല. സാധാരണ ഒരു കുടുംബത്തിന് കേരളത്തിൽ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാന അനുവാദത്തിൽപ്പെട്ട ഒരു ആൾക്ക് പട്ടിണി കിടന്ന് മുന്നോട്ട് പോകാതിരിക്കാനുള്ള നാമമാത്രമായ സംഖ്യയാണ് 21,000 രൂപ. ഇവിടുത്തെ 2.5 ലക്ഷം രൂപ കൊടുക്കും, 2 ലക്ഷം മേടിക്കുന്ന 3 ലക്ഷം മേടിക്കുന്ന PSC അംഗം ഇവിടെ ഉണ്ട്. 1 ലക്ഷത്തിലധികം ശമ്പളമുള്ള മന്ത്രിമാരും MLA മാരും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ 700 രൂപ കൂലിക്ക് വേണ്ടിയിട്ടാണ് ഇവർ തെരുവിൽ ഇറങ്ങി എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ 21,000 രൂപ എന്ന് പറയുന്ന വാഗ്ദാനം നൽകിയത് കേന്ദ്രമല്ല, സത്യത്തിൽ ആരായിരുന്നു? കഴിഞ്ഞ 2016 പ്രകടന പത്രികയിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞ ഉറപ്പാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 21,000 രൂപ ഞങ്ങൾ ഉറപ്പുവരുത്തും ഓണറേറിയം വിഹിതത്തിൽ. അങ്ങനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ വിഹിതം ചോദിക്കാനുള്ള അവകാശം ഈ ആശാ വർക്കർമാർക്കുണ്ട്. ആ അവകാശങ്ങൾ ചോദിക്കുന്നതോടൊപ്പം തന്നെ ഇവരെ തൊഴിൽപരമായിട്ട് ഇവരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോഴാണ് ഇവർ സമരത്തിനിറങ്ങുന്നത്. 10ഓളം നിബന്ധനകൾ വെക്കുന്നു. നിബന്ധനകൾ വിധേയമായിക്കൊണ്ട് പണം ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പൊ നേരത്തെ തന്നെ നമ്മുടെ ഒരു ആശാ വർക്കർ അതിനേറ്റിട്ടുള്ള നമ്മുടെ ആ ഒരു ആശാ വർക്കർ പറഞ്ഞു, ഈ പാനലിസ്റ്റ് ആയിട്ടുള്ള ആശാ വർക്കർ പറഞ്ഞു 7,000-ൽ കുറഞ്ഞ പണം കിട്ടിയിട്ടുള്ള മാസങ്ങളുണ്ടെന്ന്. അങ്ങനെ നിബന്ധനകൾ വെച്ചുകൊണ്ട് ഇവരെ സമ്മർദ്ദത്തിലാക്കുന്നു തൊഴിൽപരമായിട്ട്. രണ്ടാമത് മുടങ്ങിക്കിടക്കുന്ന 3 മാസം മുടങ്ങിക്കിടക്കുന്ന പണം. ഇവർ ആദ്യമായിട്ട് സമരത്തിൽ വരുന്നത് 21,000 രൂപ കൂട്ടാനല്ല, 3 മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഇവരുടെ പണം കിട്ടണം. ഇവരുടെ കുട്ടികൾക്കും മക്കൾക്കും ഇവരുടെ കുടുംബത്തിനും കഞ്ഞി കുടിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള അവരുടെ നിശ്ചയദാർഢ്യം, ആ അവകാശം ചോദിച്ചപ്പോഴാണ് ഈ ആശാ വർക്കർമാർ വലിയ പ്രശ്നക്കാരായിട്ട് ഇപ്പൊ സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇപ്പോൾ 25,000 വരുന്ന ആശാ വർക്കർമാരുണ്ട്. അവർ പറഞ്ഞ നാമമാത്രമായിട്ടുള്ള ആളുകളാണ് അവിടെ സമരം ചെയ്തത്. അങ്ങനെ നാമമാത്രമായ ആളുകൾ സമരം ചെയ്തതിന്റെ ഫലമായിട്ട് ഇതിന്റെ കുടിശ്ശിക മുഴുവൻ കിട്ടിയതിന്റെ ഗുണഭോക്താക്കൾ 25,000 വരുന്ന ആശാ വർക്കർമാരാണ്. അപ്പൊ 25,000 വരുന്ന ആശാ വർക്കർമാരുടെ കമ്മ്യൂണിറ്റി ഹൃദയം കൊണ്ടാണ് ഈ സമരത്തെ സ്വാഗതം ചെയ്തത്. ഇത് സർക്കാരിന് മാത്രമാണ് പ്രശ്നം. സമരം ചെയ്യുന്നത് നമുക്കറിയാം, പ്രത്യേകമായ ഒരു രാഷ്ട്രീയ ലേബലിന്റെ പേരിൽ. ഇന്ന് ഗോവിന്ദൻ പറയുന്നത് മഴവിൽ സഖ്യമാണ്. മഴവിൽ സഖ്യമൊന്നുമല്ല, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി, കുടുംബത്തെ നോക്കാൻ വേണ്ടി ഒരു പറ്റം അമ്മമാരാണ് അവിടെ സമരം ചെയ്തത്. പല ബാഹ്യ സംഘടനകളും അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടാവും. BJPയുടെ ശക്തമായ പിന്തുണയുണ്ട്. കാരണം അവരുടെ ന്യായമായ അവകാശമാണ്. അങ്ങനെ ന്യായമായ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ മറ്റു പ്രതിപക്ഷ സംഘടനകളുടെ ഉത്തരവാദിത്തമാണ് ആ ന്യായമായ സമരത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളത്. കേരളത്തിന്റെ പൊതുസ്ഥിതി അങ്ങനെയാണ്. ഇപ്പൊ പ്ലാച്ചിമട സമരമായിക്കോട്ടെ, ചെങ്ങറ സമരമായിക്കോട്ടെ, എൻഡോസൾഫാൻ സമരമായിക്കോട്ടെ, കേരളത്തിന്റെ സമരഭൂമിയുടെ ചരിത്രം മുഴുവൻ അങ്ങനെയാണ്. ഇപ്പൊ പ്രത്യക്ഷമായിട്ട് അത് വലിയ ആളുകളൊന്നുമല്ല സമരമായിട്ട് മുന്നോട്ട് വന്നത്. പക്ഷെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. ഓണറേറിയമാണ് ഇവിടുത്തെ വിഷയം. ഓണറേറിയം കൊടുക്കാം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പൊ നമ്മുടെ ഒരു ധാരണ ഉണ്ട്, ഈ ഓണറേറിയം വിഹിതം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നോ ഫണ്ടിൽ നിന്നോ അല്ല, NHM വിഹിതത്തിൽ തന്നെയാണ് ഈ ഓണറേറിയവും കൊടുക്കുന്നത്. പക്ഷേ NHM വിഹിതത്തിൽ ഓണറേറിയം കൊടുക്കാതെ NHM വിഹിതം വക മാറ്റുമ്പോഴാണ് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത്. ഈ പലപ്പോഴും ഇവരെ ഇൻസെന്റീവും ഈ ശമ്പളവും മുടങ്ങാനുള്ള ഓണറേറിയം മുടങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെ ഓരോ പാദത്തിനകത്തും കൃത്യമായിട്ട് ഇവിടെ NHM വിഹിതം കേരളത്തിന് ലഭിക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കില്ല. നമുക്കറിയാലോ, NHM വിഹിതം എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയുടെ അവിടുത്തെ പരിവർത്തനത്തിനും ആരോഗ്യ മേഖലയുടെ സുരക്ഷിതത്തിനും ഈ ജനങ്ങളുടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ്. ഈ പണം മുഴുവൻ മറ്റൊരു മേഖലയിലേക്ക് ചെലവഴിക്കുന്നു. കണക്ക് ചോദിക്കുന്ന സമയത്ത് കണക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ കണക്ക് ചോദിക്കുന്നതാണ് പ്രശ്നം.
4 പാദങ്ങളായിട്ടാണ് ഈ NHM വിഹിതം കേരളത്തിൽ ലഭിക്കേണ്ടത്. എത്ര പാദത്തിലെ കണക്ക് കൊടുത്തിട്ടുണ്ട്? ഇപ്പോഴും പറയുന്നു 101 കോടി രൂപ കിട്ടാനുണ്ടെന്ന്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് കേന്ദ്രം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കോ ബ്രാൻഡിംഗ് നടപ്പിലാക്കണം. കാരണം എന്തായിരുന്നു? നമുക്കറിയാം, ഇപ്പോൾ ആയുഷ്മാൻ മന്ദിർ എന്നാണ് പേര്. സാധാരണ നമ്മൾ ഹെൽത്ത് സെന്ററിന്റെ പേരിന് ആയുഷ്മാൻ മന്ദിർ വെക്കുന്നത് എന്താണ് പ്രശ്നം? അപ്പൊ പറയണം മന്ദിർ എന്ന പേര് കേരളത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള പരിച്ഛേദനത്തിന് പ്രശ്നമാണ്, അത് ഞങ്ങൾ വെക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് പല പദ്ധതികളിലും. അല്ലെ, ആരോഗ്യമാണ് സർവ്വധലാൽ പ്രധാനം എന്നുള്ള ഒരു വാക്ക് വെക്കണമെന്ന് പറഞ്ഞു. ആ വാക്ക് കേരളത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് മുടക്കുന്നു. ഇതാണ് കേരളത്തിന്റെ പ്രശ്നം. അപ്പൊ കേന്ദ്രമാണോ? ഇപ്പൊ 1080 കോടി രൂപ NHM വിഹിതത്തിലെ കേന്ദ്രത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നൽകുന്ന കേന്ദ്ര സർക്കാർ ഇവിടെ ഉണ്ട്. ഇൻസെന്റീവ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ ഇവർ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവരുടെ 62 വയസ്സാക്കാൻ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാമെന്നുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട്. മൊബൈലും അതോടൊപ്പം തന്നെ ആരോഗ്യ മന്ത്രികൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഷെൽട്ടറുകൾ ഉണ്ടാകണമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്. പിന്നെ കാലാനുസൃതമായിട്ടുള്ള ഇവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ കാലാനുസൃതമായ മാറ്റത്തിന് തന്നെയാണ് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുള്ളത്. കാരണം ഈ പദ്ധതി ആരംഭിച്ചത് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് സർക്കാർ പദ്ധതി ആരംഭിക്കാനുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാർലമെന്റിന്റെ അകത്ത് കൃത്യമായി തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവർക്ക് ന്യായമായിട്ടുള്ള ചില സേവന വ്യവസ്ഥകൾ കിട്ടും. അതിനുള്ള പരിവർത്തനത്തിന്റെ പാതയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പോലും നോക്കൂ, ആരോഗ്യമന്ത്രി ഇപ്പൊ കപടനാട്യത്തിന്റെയും വഞ്ചനയുടെയും ഒരാൾ രൂപമായിട്ട് നമ്മുടെ വീണ ജോർജ് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇവര് ഈ ആശാവർക്കർമാരുടെ ചെലവിൽ പോയിട്ട് ഡൽഹിയിൽ പോയി വരണം, അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? വച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഇവിടെ കുപ്രചരണം നടത്തി, വാസ്തവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു. ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചത്? അവിടെ അവർ ആരെ കാണാനാണ് പോയിട്ടത്? കേദാസന്റെ അനുചരന്മാർ, ഇവിടെ കേദാസന്റെ പിന്നണി ആളുകൾ അവിടെ പോയത് ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ക്യൂബയുടെ ഉപപ്രധാനമന്ത്രി കണ്ടു കഴിഞ്ഞാൽ കേരളത്തിന്റെ പട്ടിണി മാറുമോ? കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ പ്രശ്നം മാറുമോ? ആശാവർക്കർമാരുടെ പ്രശ്നം മാറുമോ? ഇവിടെ ആശാവർക്കർമാരെ പട്ടിണിക്കിട്ടുകൊണ്ട് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ അത്താഴം ഉണ്ണാൻ പോയിട്ടുള്ള ഈ ആരോഗ്യമന്ത്രിയാണ് ഈ കേരളത്തിലുള്ളത്. അവർക്ക് സത്യത്തിൽ അവരുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുകയാണ്, അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവർ അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ ആ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തിന് ഇത് വാർത്ത ചൂണ്ടിക്കാട്ടിയ മാധ്യമപ്രവർത്തകരോട് കയർക്കാനുള്ള ആർജവവും ഊർജവും ഒക്കെ അവർക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.